ഹലോ എവരി വൺ. അപ്പോൾ പെട്ടെന്ന് കസ്റ്റമർ വിളിച്ച് പറഞ്ഞു 3 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താൻ പറ്റുമെന്ന്. കുട്ടനല്ലൂരിലെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകാനുള്ളത്. അവിടെ കുറച്ച് പർച്ചേസും ഉണ്ട്, പേരക്കുട്ടിക്ക് കുറച്ച് കളിക്കാനും ഉണ്ട്. വണ്ടി നേരെ സ്റ്റാർട്ടാക്കി നേരെ ഹൈലൈറ്റ് മാളിലോട്ട്. വണ്ടിയിലിരുന്ന് ബോറടിക്കണ്ട, നീയാണെങ്കിൽ ഹൈലൈറ്റ് മാൾ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കാരണം വന്നൊന്ന് കണ്ടോ, സമയം പോകുന്നത് അറിയില്ല. വളരെ ചുരുക്കം കസ്റ്റമേഴ്സ് മാത്രമാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുള്ളൂ. ഞാനാണെങ്കിൽ ഹൈലൈറ്റ് മാൾ കണ്ടത് ഇത് പണി തീരുന്നതിൻ്റെ മുമ്പായിട്ടാണ്. ഇവിടെ ഞാൻ ലോഡ് ഇറക്കാൻ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ കയറാൻ ഒരു സാഹചര്യവും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ അത്ഭുതം ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് ടിക്കറ്റ്. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് സ്കൂളിൽ നിന്നും വീഗാലാൻഡിലേക്ക് ട്രിപ്പ് പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ കസ്റ്റമറുടെ പേരക്കുട്ടി 100 പോയിന്റ്സ് അടിച്ചതിന്റെ സന്തോഷാഹ്ലാദമാണ് കേട്ടോ. സ്കോർ ചെയ്ത ടിക്കറ്റ്സ് മുഴുവനും ഇതിലോട്ട് കയറ്റിയിട്ട് വേണം ആ കാർഡിൽ നിന്നും പോയിന്റ്സ് റിഡംഷൻ ചെയ്യാൻ. കുട്ടിക്കാലത്തെ പോലെ തന്നെ ഇതൊക്കെ കാണുമ്പോഴും ഇപ്പോഴും കൊതിച്ചു പോകും. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. പേരക്കുട്ടി ടയേർഡായപ്പോൾ എന്നാൽ അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് കസ്റ്റമറും പറഞ്ഞു. അങ്ങനെ കസ്റ്റമർ അവരുടെ കൂടെ എനിക്കും ഇതുപോലെ ഒരു സാൻഡ്വിച്ച് വാങ്ങി തന്നു, പിന്നെ നല്ലൊരു ചായയും. കുറെ കണ്ട് ബോറടിച്ചത് കൊണ്ടാവാം ഞാൻ തിരിച്ച് വീണ്ടും പാർക്കിങ്ങിലോട്ട് വന്ന് കാറിൽ കയറിയിരുന്നു. തിരക്കെല്ലാം കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിലും കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. 7:15 ആകുമ്പോഴേക്കും ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.